ഈ കൂട്ട് ഞാനിതാ ഈ പാത്രത്തിലേക്ക് വെള്ളം എടുത്തില്ല, ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് കൊണ്ടുപോയിട്ട് വേവിച്ചിട്ട് വരാം. 42 മരുന്ന് ചേർന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഈ പൊടി മരുന്നുകളിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉലുവയും ആശാളിയും, ഇത് ഞവര അരി, ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. കുറച്ച് തേങ്ങ ചിരണ്ടിയത്, കൽക്കണ്ടം, ഇത് ഉള്ളി നെയ്യിൽ വരട്ടിയത്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്തിട്ട് ഇതിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ. ഞാൻ കുറച്ചും കൂടെ കഞ്ഞി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. ഇതിൽ 42 സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 42 ഇൻഗ്രീഡിയൻസുകൾ ഉണ്ട് ഇതിൽ. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ കഞ്ഞി തയ്യാർ ചെയ്യുന്നത്. ഇപ്പോൾ കൽക്കണ്ടം ഇട്ടിട്ടുണ്ട്, തേങ്ങാപ്പൂ, ഉള്ളി, ചെറിയ ചുമന്ന ഉള്ളി, അതാ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഈ തേങ്ങേൻ്റെ പാലൊന്ന് കുറച്ചൊന്ന് ഈ അരിയിലേക്ക് പിടിക്കട്ടെ. ആവി പറക്കുന്ന ഞവര റെഡിയായി കണ്ട. ആ ഉലുവെല്ലാം വെന്ത്, തേങ്ങയെല്ലാം വെന്ത്, അരിയെല്ലാം നല്ലോണം വെന്തിരിക്കുന്നുണ്ട്. ഇതാണ്ടോ, ഇതിനി നമുക്ക് കഴിക്കാൻ പാകമായി. ഞവര തയ്യാറായിട്ടുണ്ട്. 42 ഐറ്റം നമ്മളിതിൽ ചേർത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ തേങ്ങാപ്പൂവും ചുവന്ന ഉള്ളിയും പിന്നെ എന്തെന്നാ കൽക്കണ്ടവും ചേർത്ത്. കൽക്കണ്ടം ഇത്തിരി മധുരം കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. അപ്പോൾ 42 ഐറ്റം ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കൽക്കണ്ടം ചേർത്തത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി. ഇത് ആയുർവേദ ഞാൻ വാങ്ങിയത് ദേശീയ ആയുർവേദ കടയിൽ നിന്നാണ്. മറ്റുള്ള കടകളിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ പോയി വാങ്ങിയിട്ട് എല്ലാവരും തയ്യാറാക്കി കഴിക്കുക, അത്രേ പറയാനുള്ളൂ അതിൽ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. മറ്റുള്ള വേറെ കയ്പ്പ് അങ്ങനത്തെ ഒരു ചവർപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ നല്ല വെന്ത് ഇതിൻ്റെ ചാറ് കണ്ടോ. ഇതൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ മാറും തോന്നുന്നു. നല്ല ചൂടോടെയാണ്.